ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എസ്ട്രയുടെ കൺസീൽഡ് മീറ്റർ ബോക്സ് ആണ്. നമ്മൾ ഐസൊലേറ്റർ ടൈപ്പ് വെക്കുന്ന സ്മോൾ ടൈപ്പ് ബോക്സാണ്, മീറ്റർ ബോക്സാണ് നമ്മളിന്ന് എടുക്കുന്നത്. കാരണം മീറ്റർ മാത്രമല്ല, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഐസൊലേറ്ററും വെക്കാൻ പറ്റുന്ന ടൈപ്പാണ്. കാരണം ഇതിൻ്റെ സ്മോൾ വരുന്നുണ്ട്, അതായത് മീറ്റർ ബോക്സ് മാത്രം വെക്കാൻ പറ്റുന്നത്, മീറ്റർ മാത്രം വെക്കാൻ പറ്റുന്നതുണ്ട്. പക്ഷേ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഐസൊലേറ്ററും കൂടെ വെക്കാൻ പറ്റുന്ന ടൈപ്പാണ് നമ്മൾ എടുത്തേക്കുന്നത്. എസ്ട്രയുടെയാണ്. അത് വലിയ പാക്കിംഗ് ഒന്നുമല്ല, ഒരു പ്ലാസ്റ്റിക് കവറാണ് അതിൻ്റെ അകത്ത് ഒരു കവറിങ് ആയിട്ട് നിൽക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ വരുന്നത് അതിൻ്റെ ലോക്ക് വരുന്നുണ്ട്, അതായത് കീ വരുന്നുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പൂട്ടിയിട്ട് നമുക്ക് സേഫായിട്ട് വെക്കുകയും ചെയ്യാം, ആരും തുറക്കാനോ ഒന്നും പോകത്തില്ല. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് കറക്റ്റ് ഒരടിയാണ്, ഒരടി പൊക്കമുണ്ട്. ഇത് ഒരടി പൊക്കവും അതേപോലെ ഇതിൻ്റെ വീതി 9.5 ഇഞ്ചുമാണ് വരുന്നത്. അതായത് പൊക്കം ഒരടിയും അതേപോലെ അതിൻ്റെ വീതി വരുന്നത് 9.5 ആണ് വരുന്നത്, 9.5 ഇഞ്ചാണ്. പിന്നെ ഒരടിയും അതേപോലെ 9.5 ഇഞ്ചുമാണ് വരുന്നത്. പിന്നെ ഈ കീ കൊണ്ട് നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാം. നേരത്തെ പറഞ്ഞതിൻ്റെ കൂടെ തന്നെ നമുക്ക് സേഫായിട്ട് ലോക്ക് ചെയ്ത് വെക്കാം. കാരണം ആരും വന്ന് ഐസൊലേറ്റർ ഓഫ് ചെയ്യാനോ അല്ലെങ്കിൽ ഫ്യൂസ് ഊരാനോ പറ്റാത്ത രീതിയിൽ നമുക്കിത് ലോക്ക് ചെയ്ത് വെക്കാം. അത് നല്ലൊരു ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കുന്നത്. കാരണം ഓപ്പണായിട്ട് വെക്കുമ്പോഴാണ് ചിലർ ഇതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ, വഴക്കൊക്കെ ഉള്ളവരൊക്കെ വന്നെങ്കിൽ ഓഫ് ചെയ്തതായിട്ട് കുറേ കംപ്ലയിൻറ്റ്സ് നമ്മൾ തന്നെ പോയി നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്നത് മീറ്റർ ബോക്സ് സെറ്റ് ചെയ്യാം. അതിൻ്റെ തൊട്ട് താഴെ തന്നെ 32 ആംപിയറിൻ്റെ അല്ലെങ്കിൽ 16 ആംപിയറിൻ്റെ ഫ്യൂസും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ കാണുന്നിടത്താണ് നമുക്ക് ഐസൊലേറ്റർ വെക്കാൻ പറ്റുന്നത്. കാരണം മെയിൻ സ്വിച്ചിന് പകരം ഇപ്പം ഫുള്ളും ഐസൊലേറ്റർ ആയതുകൊണ്ട് നമ്മൾ ആ ടൈപ്പാണ് ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ ഐസൊലേറ്റർ വേണമെങ്കിൽ നമുക്ക് ഇവിടെയും കൊടുക്കാം, അതേപോലെ ഡി ബിയിലും കൊടുക്കാം. ഡി ബിയിൽ കൊടുക്കാൻ സ്ഥലമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഐസൊലേറ്റർ ഇവിടെ വെക്കാവുന്നതേ ഉള്ളൂ. കാരണം ഓൾറെഡി 32 ആംസിൻ്റെ ഫീസും ഇതിൻ്റെ അകത്ത് തന്നെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ കൊടുക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് ഈ പ്ലേറ്റുകൾ നല്ല ക്വാളിറ്റി ഉള്ളതാണ്, നല്ല മെറ്റലാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചേക്കുന്നത് ഇവർ. പിന്നെ അതുപോലെ ഡോറിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഗ്ലാസ്സും ഉണ്ട്, അതായത് റീഡിങ് എടുക്കാൻ വരുന്നവർക്ക് റീഡിങ് എടുക്കാൻ എളുപ്പമായിട്ട് ഗ്ലാസും വെച്ചിട്ടുണ്ട്. പിന്നെ പൈപ്പുകൾ ഇറങ്ങുന്നത് ടോപ്പ് സൈഡിലും അതേപോലെ താഴ്വശത്തും പൈപ്പിൻ്റെ അളവ് വെച്ചേക്കുന്നത് 25-ൻ്റെയാണ്. 25-ൻ്റെ അതേപോലെ 20-യുടെ നമുക്ക് പൈപ്പുകൾ ഇറങ്ങാം. മുകളിലും താഴെ അങ്ങനെ 3 പൈപ്പിൻ്റെ ഹോളുകൾ കൊടുത്തിട്ടുണ്ട്. കാരണം താപ്പോട്ടുള്ള എർത്തിങ്ങിനും അതേപോലെ മുകളിലോട്ടുള്ളത് പൈപ്പുകൾ ഇറങ്ങാനും അതേപോലെ ബോഡി എർത്തിനും സൈഡിൽ തന്നെ ഒരു നട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മീറ്റർ ബോക്സ് ബോഡി എർത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെയും ചെയ്യാം. കാരണം നമുക്ക് ഓപ്പണായിട്ടും ഇത് ഉപയോഗിക്കാം, അതേപോലെ കൺസീൽഡായിട്ടും ഉപയോഗിക്കാം. നമ്മളിപ്പോൾ ഇവിടെ കൺസീൽഡായിട്ടാണ് ഉപയോഗിക്കാനാണ് ഇത് എടുത്തേക്കുന്നത്. നമുക്ക് ഓപ്പൺ ഏരിയയിലും ഓപ്പണായിട്ട് തന്നെ നമുക്ക് ഡ്രിൽ ചെയ്ത് സ്ക്രൂ അടിച്ച് നമുക്ക് വെക്കാം. പിന്നെ ഈ ഗ്ലാസ്സിൽ കൂടെ തന്നെ റീഡിങ് എടുക്കാൻ എളുപ്പമായിരിക്കും. കാരണം ഇത് തുറക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒരു ഗ്ലാസ് വരുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇങ്ങനെ ഗ്ലാസ് ഉള്ളത് നമുക്ക് മീറ്റർ റീഡിങ് എടുക്കാൻ വരുന്നവർക്കും എളുപ്പമായിരിക്കും. കാരണം ഇതിന് ഗ്ലാസിൻ്റെ കോട്ടിങ് ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ആണ്. അതായത് യഥാർത്ഥത്തിൽ ഗ്ലാസ് അല്ല, യഥാർത്ഥത്തിൽ പ്ലാസ്റ്റിക്കാണ് സാധനം. ഗ്ലാസ് ടൈപ്പ് ഇരിക്കുന്നതേ ഉള്ളൂ. ഒരു സിംഗിൾ ലോക്കിംഗ് ആണ്. ഒരു താക്കോൽ പിടിക്കുമ്പോൾ ഒരു ലോക്ക് തിരിച്ചും മറിച്ചും കയറുന്ന രീതിയിലാണ് ഇതിരിക്കുന്നത് തന്നെ. പിന്നെ വരുന്നത് മീറ്ററും അതേപോലെ ഫ്യൂസും, അതായത് 16 വെക്കുവാണെങ്കിൽ 16 വെക്കാം, നമുക്ക് വേണമെങ്കിൽ 32 വെക്കുവാണെങ്കിൽ 32 വെക്കാം. അതേപോലെ ഐസൊലേറ്ററും അതേപോലെ വെക്കാം. കാരണം പഴയ ടൈപ്പെല്ലാം നമ്മൾ മെയിൻ സ്വിച്ചുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ എല്ലാം നമ്മൾ ഐസൊലേറ്ററാണ് ഉപയോഗിക്കുന്നത്. കാരണം മെയിൻ സ്വിച്ചിൻ്റെ ഐസൊലേറ്ററിൻ്റെ പ്രവർത്തനം ഒരേപോലെ ആയതുകൊണ്ട് നമ്മളിപ്പോൾ അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം മെയിൻ സ്വിച്ചാണ് വെക്കുന്നത് ഉണ്ടെങ്കിൽ നമുക്ക് ഈ മീറ്റർ ബോക്സ് പറ്റത്തില്ല, ഇതിൻ്റെ വലുത് വാങ്ങേണ്ടി വരും. കാരണം അത് വലുതുണ്ടെങ്കിലേ ഇതേ അളവിനുള്ള വലുത് വെച്ചാൽ തന്നെ നമുക്കത് ഈ മെയിൻ സ്വിച്ച് വെക്കാൻ പറ്റും. കാരണം 16 ആയാലും 32 ആംപിയർ ആയാലും മെയിൻ സ്വിച്ച് വെക്കണമെങ്കിൽ വലിയ ബോക്സ് തന്നെ വേണം. പക്ഷേ നമുക്കിപ്പം ഇവിടെ മെയിൻ സ്വിച്ച് നമ്മൾ ഉപയോഗിക്കുന്നില്ല. നമ്മളിപ്പോൾ ഐസൊലേറ്റർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഐസൊലേറ്റർ ടൈപ്പ് തന്നെ നമ്മൾ എടുത്തത്. ഈ ഐസൊലേറ്റർ വെക്കാത്തത് തന്നെ, അതായത് മീറ്റർ മാത്രം, KCBയുടെ മീറ്റർ മാത്രം ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിൻ്റെ സ്മോളായിട്ടുള്ള മീറ്റർ ബോക്സും ഉണ്ട്. പക്ഷേ നമ്മൾ വേണ്ടി വന്നാൽ ഐസൊലേറ്റർ കയറ്റാൻ വേണ്ടിയിട്ടുള്ള ആ ടൈപ്പാണ് എടുത്തത്. പിന്നീട് നമുക്ക് സർക്യൂട്ട് അകത്ത് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഐസൊലേറ്റർ ഊരി മാറ്റി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കണക്ട് ചെയ്യാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ആ ടൈപ്പ് എടുത്തത്. ഇതിൻ്റെ
വിലയും കാര്യങ്ങളും എന്നുള്ളത് ഇതിൻ്റെ പ്രൊഡക്റ്റ് അതിൻ്റെ ബോക്സിൽ തന്നെ എഴുതിയിട്ടുണ്ട്. പെരുമ്പാവൂരാണ് ഇതിൻ്റെ മാനുഫാക്ചറിങ് നടക്കുന്നത്. പിന്നെ ഇതിൻ്റെ വില ഇതിൽ കൊടുത്തേക്കുന്നത് 900 രൂപയാണ്. MRP ഇതിൽ 900 രൂപയാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ 900 ഇല്ല, 700, 750 രൂപ ആ റേഞ്ചാണ് വരുന്നത്. പിന്നെ ഇവരുടെ കസ്റ്റമർ കെയർ നമ്പരും അതേപോലെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തൊരു പ്രോബ്ലംസ് വന്നാലും നേരിട്ട് തന്നെ നമുക്ക് വിളിച്ചു ചോദിക്കുകയും കാര്യങ്ങളും ചെയ്യാം. പിന്നെ ഇത് നമ്മുടെ കേരളത്തിലെ തന്നെ ഒരു പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് വലിയതായിട്ട് പേടിക്കാൻ ഒന്നുമില്ല. കാരണം ഞങ്ങൾ ഇതുവരെ വെച്ചെടുത്തൊന്നും യാതൊരു കംപ്ലയിൻസും വന്നിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത് തന്നെ എസ്ട്രയുടെ തന്നെ എടുത്തേക്കുന്നത്. നമ്മൾ ചെറിയ ടൈപ്പ് തന്നെയാണ് എടുത്തേക്കുന്നത്. നമ്മൾ വലിയ മീറ്റർ ബോക്സ് അല്ല എടുത്തേക്കുന്നത്. കാരണം നമ്മൾ ഐസൊലേറ്റർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ടൈപ്പ് ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ നമ്മൾ എടുത്തത്. ഇത് തന്നെ ധാരാളം. ഇതാണ് ബെറ്റർ ആയിട്ടുള്ളത്.